തേനിലും മധുരമായി, തേനിലും മധുരമായി യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. തേനിലും മധുരമായി, തേനിലും മധുരമായി യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം നമ്മുടെ ഈ വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം സകലതിൻ്റെയും സമാപ്തി കാണിക്കുന്ന പുസ്തകമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും വിശദമായി പ്രസ്താവിക്കുന്ന പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകവും പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകവും പ്രവചന ഗ്രന്ഥങ്ങളാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിസ്താരമായി പറയുന്ന പുസ്തകങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. പലതും നമുക്ക് മനസ്സിലാവുകയില്ല, പല വാക്യങ്ങളും നമുക്ക് മനസ്സിലാവുകയില്ല, അതിലെ പ്രതിബിംബങ്ങൾ നമുക്ക് മനസ്സിലാവുകയില്ല, അതിലെ പ്രതീകങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല, പലതും നമുക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ നമുക്കൊന്ന് മനസ്സിലാകും, എല്ലാം അവസാനിക്കും, എല്ലാം അവസാനിക്കും. ഇന്ന് ഈ കാണുന്നതെല്ലാം തീർന്നു പോകും. എല്ലാം ഇന്ന് ഈ കാണുന്ന ഭൂമി അതെല്ലാം തകർന്നു പോകും. ഇന്ന് ഈ കാണുന്ന ഭൂമിയിലുള്ള പണിപ്പാടുകൾ എല്ലാം തകർന്നു പോകും. ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇതെല്ലാം തീരും. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താഴ്ടിയാകും. എല്ലാം വൈക്കോൽ പെട്ടെന്ന് ദഹിക്കുന്നത് പോലെ എല്ലാം ദഹിച്ചു പോകും. ഒന്നും ബാക്കി ഉണ്ടാവുകയില്ല. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും. വരുവാനുള്ള ആ ദിവസം വേരും ശേഷിക്കുകയില്ല, കൊമ്പ് ശേഷിക്കുകയില്ല. എല്ലാം ഭൂമിക്ക് അടിയിലുള്ളത് ശേഷിക്കുകയില്ല, ഭൂമിയുടെ മീതെയുള്ളത് ശേഷിക്കുകയില്ല. എല്ലാം ദഹിച്ചു പോകും. അതിനുശേഷം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടാകും. പുതിയ ആകാശം പുതിയ ഭൂമിയും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന് 1-ാം വാക്യം നമുക്ക് വായിക്കാം. മനോഹരമായ ചില ആശയങ്ങൾ നമുക്കവിടെ കിട്ടും. ഈ വെളിപ്പാട് 21-ന്റെ 1 മുതൽ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ വെച്ച് ഏകാഗിയായിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ലഭിച്ചു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ, കർത്താവിന് വേണ്ടി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, സ്വർഗീയ സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം ഉറക്കെ മുഴങ്ങി കേൾക്കുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. നിസ്സാരനായ മനുഷ്യന്റെ കൂടെ നിത്യനായ ദൈവം കൂടാരം അടിക്കുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ഈ മനുഷ്യരവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കണ്ണുനീരില്ല എല്ലാം തുടയ്ക്കാൻ നിത്യനായ ദൈവത്തിന്റെ അരുമകരം നീണ്ടുവരും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇന്ന് നമുക്ക് ദുഃഖമുണ്ട്, ഇന്ന് നമുക്ക് കണ്ണുനീരുണ്ട്, ഇന്ന് കരച്ചിലുണ്ട്. ആരുണ്ട് ദുഃഖിക്കാത്തവർ? ഓരോരുത്തരും വിങ്ങി വിരുമ്പി കഴിയുകയല്ലേ, ഓരോരുത്തരും വേദനിച്ച് കഴിയുകയല്ലേ, പ്രശ്നങ്ങളുടെ ആ വലിയ നീർച്ചുഴിയിൽപ്പെട്ട് പലരും കറങ്ങുകയല്ലേ. ഒരു സമാധാനം ആർക്കാണുള്ളത്? ഏത് വീട്ടിലാണ് സമാധാനമുള്ളത്? എല്ലാം ഉണ്ടെന്ന് തോന്നും, പക്ഷേ സമാധാനം മാത്രമില്ല. എല്ലാം ഉണ്ട്, വലിയ വരുമാനമുണ്ട്, ആരോഗ്യമുണ്ട്, നല്ല വീടുണ്ട്, നല്ല ഭാര്യയുണ്ട്, അല്ലെങ്കിൽ നല്ല ഭർത്താവുണ്ട്, നല്ല മക്കളുണ്ട്. പിന്നെ എന്തിനാ കുഴപ്പം? മറ്റുള്ളവർ നോക്കുമ്പോൾ ഒന്നിനും കുഴപ്പമില്ല. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. മറ്റുള്ളവർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല.
ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആ വീട്ടിലോ അവിടെ അകം നീറുകയാണ്, അകം വിങ്ങുകയാണ്. അവിടെ പരസ്പര സ്നേഹമില്ല, പരസ്പര ഐക്യമില്ല, പരസ്പരം സംശയമാണ്. പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ ആ വീട്ടിൽ. ദൈവത്തിന് സ്തോത്രം. പൈസയ്ക്കുള്ള പഞ്ഞമില്ല, കടമില്ല, അവർക്ക് ആരോഗ്യത്തിന് പഞ്ഞമില്ല, നല്ല ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യപ്രാപ്തിയുണ്ട്. പിന്നെ എന്തിനാ പഞ്ഞം? സമാധാനത്തിന് പഞ്ഞം. സമാധാനമില്ല, സ്നേഹമില്ല. സ്നേഹത്തിനും സമാധാനത്തിനും പഞ്ഞമുള്ള വീടുകൾ, സ്നേഹത്തിന് സമാധാനത്തിന് ക്ഷാമമുള്ള വീടുകൾ അല്ലേ? അനേകം വീടുകൾ അങ്ങനെയാണ്. ഭാഗ്യവശാൽ ക്രിസ്തു ഉള്ള വീടുകളിൽ അവിടെ സമാധാനമുണ്ട്, അവിടെ സ്നേഹമുണ്ട്. ക്രിസ്തു ഉള്ള വീടുകൾ, ക്രിസ്തു വസിക്കുന്ന ഭവനങ്ങൾ. പ്രിയപ്പെട്ടവർ, എന്തൊരു മഹാഭാഗ്യമാണത്. ഇതെത്രയോ വീടുകളിൽ പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. ആത്മഹത്യ, എന്തിനാ ആത്മഹത്യ? അറിയാൻ പാടില്ല. മരിക്കണമെന്നുള്ള ചിന്ത. ഏതോ ഒരു ഡിപ്രഷന് അടിമപ്പെട്ട്, ഏതോ ഒരു നിരാശയ്ക്ക് അടിമപ്പെട്ട് അങ്ങനെ മനുഷ്യൻ മരിക്കാൻ ഒരുപ്പെടുന്നു. മരിച്ചാൽ മതി എന്നുള്ള ചിന്ത. ജീവിക്കാനുള്ള ആശ പോകുന്നു. പല പല നിരാശാകരമായ കാര്യങ്ങളൊന്നും ജീവിക്കാനുള്ള ആശ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ വിഷമിച്ച് വലയുകയാണ്, മനുഷ്യൻ ഭാരപ്പെട്ട് ഉഴലുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനേകം ഭവനങ്ങൾ ഇന്ന് നരകമാണ്, നരകമായ ഭവനം. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാനൊരു വാക്ക് പറയട്ടെ. നരകമായ ഭവനം സ്വർഗമാക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിന് സ്തോത്രം. നരകമായ നമ്മുടെ ഭവനങ്ങളെ സ്വർഗമാക്കി തീർക്കാൻ, അവിടെ സ്നേഹമില്ലാത്ത നമ്മുടെ ഭവനങ്ങളിൽ സ്നേഹം പകരാൻ, അതിനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 1969 തോന്നുന്നു, നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്ന് കാലുകുത്തി. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു, ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു. അതിനു മുൻപ് ബഹിരാകാശ സഞ്ചാരിയായ ഗഗാറിൻ, അദ്ദേഹം റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ ഗഗാറിൻ, അദ്ദേഹം അന്ന് 34 വയസ്സോ മറ്റോ ഉള്ളൂ. അന്ന് അദ്ദേഹം ലോകം മുഴുവൻ ബഹിരാകാശത്തുകൂടി വലയം ചെയ്ത് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം അല്പം പരിഹാസത്തിൽ പറഞ്ഞു, ഞാൻ അവിടെയൊക്കെ നോക്കി ഒരു ദൈവത്തെ കണ്ടില്ല എന്ന്. കളിയാക്കി പറഞ്ഞതാണ്, പരിഹസിച്ച് പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. അധികം നാൾ അദ്ദേഹം ജീവിച്ചിരുന്നില്ല. അദ്ദേഹം മാരകമായ ഒരു വലിയ ആക്സിഡൻറ്റ് പെട്ട് ഗഗാറിൻ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. നീൽ ആംസ്ട്രോങ് അദ്ദേഹം ദൈവഭക്തനായിട്ട് അവിടെ ചെന്നു കാലുകുത്തി. പിന്നീട് 1971 ഇർവിൻ അവിടെ ചെന്നത്. ഇർവിൻ അവിടെ ചെന്നു. അദ്ദേഹം അവിടെ കാലുകുത്തി. ചന്ദ്രനിലൂടെ അദ്ദേഹം നടന്നു. അദ്ദേഹം വേദപുസ്തകം വിടർത്തി, 8ാമത്തെ സങ്കീർത്തനം വിടർത്തി അദ്ദേഹം വായിച്ചു. 8ാം സങ്കീർത്തനം വേദപുസ്തകം കൊണ്ടുപോയിരുന്നു, ചന്ദ്രനിലേക്ക് വേദപുസ്തകം കൊണ്ടുപോയിരുന്നു. 8ാം സങ്കീർത്തനം എടുത്ത് വിടർത്തി വായിക്കൂ. 8ാം സങ്കീർത്തനം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ദൈവത്തിന് സ്തോത്രം. നീ ഉണ്ടാക്കിയ അതിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? ഇർവിൻ ഇത് വായിച്ചു. എന്നിട്ട് ഇർവിൻ തിരിച്ചു വന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം അടങ്ങിയിരിക്കുന്ന വലിയൊരു സമൂഹത്തിൽ അത് നിന്നുകൊണ്ട് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചന്ദ്രനിൽ പോയിട്ട് മടങ്ങി വന്നിരിക്കുകയാണല്ലോ. നിങ്ങളെല്ലാവരും ആവേശം കൊണ്ട് എന്നെ യാത്ര അയച്ചു, ഞാൻ തിരികെ വന്നു. എല്ലാം ദൈവത്തിൻ്റെ കരുണ. അദ്ദേഹം പറയുകയാണ്, ഞാനവിടെ വേദപുസ്തകം തുറന്നു, ഹോളി ബൈബിൾ തുറന്നു, വിശുദ്ധ വേദപുസ്തകം തുറന്നു, ഞാൻ 8ാം സങ്കീർത്തനം വായിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇതൊരു അത്ഭുതമാണ്, ചന്ദ്രനിലേക്ക് പോയി എന്ന്, ചന്ദ്രനിൽ കാലുകുത്തി നടന്നു എന്ന് അത്ഭുതമാണ്. പക്ഷേ അതിലും വലിയൊരു അത്ഭുതമുണ്ട്. നിത്യനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന് ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരിടയിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ചന്ദ്രനിലൂടെ നടന്നു എന്നുള്ളതല്ല. നിത്യനായ ദൈവം ചരിത്രത്തിൻ്റെ ഒത്ത മധ്യത്തിൽ, കാലത്തിൻ്റെ ഒത്ത മധ്യത്തിൽ, ദൈവത്തിന് സ്തോത്രം, ചക്രവാളത്തിൻ്റെ ഒത്ത മധ്യത്തിൽ, ഈ പ്രകൃതിയുടെ ഒത്ത മധ്യത്തിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ, 2 കൊലയാളികളുടെ മധ്യത്തിൽ അവിടുന്ന് ഈ ഭൂമിയിലൊന്ന് ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഏറ്റവും വലിയ അത്ഭുതം നടന്നിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ. പുതിയ ആകാശം പുതിയ ഭൂമിയും വരാനിരിക്കുന്നു, പുതിയ ആകാശം പുതിയ ഭൂമിയും. ദൈവത്തിന് സ്തോത്രം. ഈ വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1ാം അധ്യായത്തിലും അവസാന അധ്യായം 22ാം അധ്യായത്തിലും ഏതാണ്ട് ഒരേ ആശയമുള്ള ഒരു വാക്യം വരുന്നുണ്ട്. അത് ഭാഗ്യവാൻ തന്നെയാണ്,
ഭാഗ്യവാൻ. എങ്ങനെയാണ്? ഒരേ ആശയമുള്ള 2 വാക്യങ്ങൾ. വെളിപ്പാട് 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. ഇനി 22-ാം അധ്യായം 7-ാം വാക്യം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകത്തിലെ പ്രമാണങ്ങൾ പാലിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ ആദ്യം പറഞ്ഞത് എന്താണ്? ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമെടുത്തിരിക്കുന്നു. ഈ വചനം വായിച്ച് കേൾപ്പിക്കണം. അനേകരെ കേൾപ്പിക്കണം. അനേകരെ കേൾക്കട്ടെ. അനേകർ ഈ വചനം കേൾക്കട്ടെ. ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകളെ, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമെടുത്തിരിക്കുന്നു. വായിച്ച് കേൾപ്പിക്കുന്നവൻ ഏകവചനമാണ്, വായിച്ച് കേൾപ്പിക്കുന്നവൻ. പക്ഷേ കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ബഹുവചനമാണ്. ഒരാൾ വായിച്ച് കേൾപ്പിക്കുന്നു, അനേകർ കേൾക്കുന്നു, അനേകർ വചനം പ്രമാണിക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരാൾ വചനം വായിച്ച് കേൾപ്പിക്കുന്നു. ഇന്ന് അത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? വചനം വായിക്കുന്നു, വചനം വായിച്ച് കേൾപ്പിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു ഭാഗ്യമാണ്, അതൊരു വലിയ പദവിയാണ്. അനേകരെ വിലമതിക്കുന്നില്ല. പലർക്കും ഈ ദൈവത്തിൻ്റെ വേല ചെയ്യുക എന്നുള്ളത് അതൊരു താണ കാര്യമായിട്ടാണ് കരുതുന്നത്, ഒരു മോശമായിട്ടാണ് കരുതുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭാഗ്യവശാൽ എനിക്ക് ഈ ബൈബിൾ എന്നും ഒരു വലിയ ആവേശമായിരുന്നു. ബൈബിൾ ഒരിക്കലും എനിക്ക് ഒരു പ്രയാസം തോന്നിയിട്ടില്ല. ആരുടെ മുമ്പിൽ ഈ ബൈബിൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ എനിക്കൊരു നാണവും തോന്നിയിട്ടില്ല. കർത്താവിന് സ്തോത്രം. കാരണം എന്നെ ഉയർത്തിയത് ഈ ബൈബിളാണ്, അഥവാ വചനമാണ്. എനിക്ക് ആശ തന്നത് ഈ ബൈബിളാണ്. എനിക്ക് പ്രതീക്ഷ തന്നത് ഈ ബൈബിളാണ്. എനിക്ക് മുന്നോട്ടുള്ള ഗതി തന്നത് ഈ ബൈബിളാണ്. എനിക്ക് ഉദ്ധാരണം തന്നത് ഈ ബൈബിളാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വേദപുസ്തക വചനങ്ങളാണ് എനിക്ക് പ്രതീക്ഷകൾ നൽകിയത്, എനിക്ക് പ്രത്യാശ നൽകിയത്, എനിക്ക് വിശ്വാസം നൽകിയത് ഈ വചനം. ദൈവത്തിന് സ്തോത്രം. എന്നെ മാറ്റിയെടുത്തത് ഈ വചനമാണ്. എനിക്ക് ഒരു മാറ്റം തന്നത് ഈ വചനമാണ്. എനിക്ക് ജീവിതത്തിൻ്റെ ആ നരകയാതനകൾ മാറ്റി തന്നത് ഈ വചനമാണ്. ജീവിതത്തിലെ കേടുകളും നിരാശകളും മാറ്റി തന്നത് ഈ വചനമാണ്. നിരാശ കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഈ വചനം കടന്നു വന്നപ്പോഴാണ് ഞാൻ പ്രത്യാശയുള്ളവനായി മാറിയത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ പ്രത്യാശയുണ്ടായി. ഞാൻ നിരാശനായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വളരെ നിരാശനായിരുന്നു, ഞാൻ ദുഃഖിതനായിരുന്നു, ഞാൻ അനാഥനായിരുന്നു, ഞാൻ വലഞ്ഞുപോയവനായിരുന്നു, ഞാൻ വശം കെട്ടവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആരോരുമില്ലാത്തതിനെ പോലെ, ഒരു അഗതിയെപ്പോലെ മനസ്സ് വെങ്ങിക്കഴിഞ്ഞവനായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ വചനം എൻ്റെ ജീവിതത്തെ അങ്ങ് സ്പർശിച്ചു. എൻ്റെ ജീവിതത്തിലേക്ക് ഈ വചനം എഴുന്നള്ളി വന്നു. വചനം ജീവനാണ്, വചനം ശക്തിയാണ്, വചനം കൃപയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വചനം ജീവൻ്റെ ജീവനാണ്. വചനം യേശുക്രിസ്തുവാണ്. വചനം സാക്ഷാൽ ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം ജഡമെടുത്തു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ, നമ്മുടെ ഇടയിൽ പാർക്കുന്ന വചനം, ഈ വചനം കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് വാസ്തവമായ വിശ്വാസത്തോടെ വായിക്കുമെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടും. എൻ്റെ കർത്താവേ, എവിടെ നിന്നാണ് ഈ സമാധാനം ഒഴുകി വരുന്നത്? ഈ സന്തോഷം എവിടെ നിന്നാണ് ഒഴുകി വരുന്നത്? മനസ്സ് പാരവശ്യപ്പെട്ട് നിങ്ങൾ വലഞ്ഞിരിക്കുമ്പോൾ ഈ വചനം വായിക്കുന്നു, നിങ്ങൾ വിതുമ്പാൻ തുടങ്ങും, നിങ്ങൾ കരയാൻ തുടങ്ങും, കണ്ണുനീര് വീണ് നിങ്ങളുടെ ബൈബിളിൻ്റെ താളുകൾ നനയാൻ തുടങ്ങും. എങ്ങനെ? കാരണം നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം കിട്ടുന്നു, മനസ്സിനൊരു സമാധാനം കിട്ടുന്നു, മനസ്സിന് ഉന്മേഷം കിട്ടുന്നു. വചനം, മധുരതരമായ വചനം, തേനിലും തേൻകട്ടയിലും മധുരമായ വചനം. ഈ വചനം നമ്മെ അനുഗ്രഹിക്കുന്ന വചനമാണ്, നമ്മെ മുന്നോട്ട് തള്ളിവിടുന്ന വചനമാണ്, നമ്മുടെ അലസതകൾ മാറ്റുന്ന വചനമാണ്, നമ്മുടെ അശുദ്ധി മാറ്റുന്ന വചനമാണ്, നമ്മുടെ അവിശ്വാസം മാറ്റുന്ന വചനമാണ്, നമ്മുടെ അലസത മാറ്റുന്ന വചനമാണ്, നമ്മുടെ അവിവേകം മാറ്റുന്ന വചനമാണ്. ഈ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ്. വചനം, വചനം, ജീവനുള്ള വചനം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പാടണമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് പാടാം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മേൽത്തരമാം പൊന്നതിനോടതുല്യം, തങ്കവും അതിനോടു സമമല്ല. മേൽത്തരമാം പൊന്നതിനോടതുല്യം, തങ്കവും അതിനോടു സമമല്ല. മധുരം മധുരം മനോഹരം തേനിലും
മധുരം തിരുവചനം മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. ദൈവത്തിന് സ്തോത്രം. മധുരമാണ് ഈ വചനം. തേനിലും തേൻകട്ടയിലും മധുരമാണ്. നിങ്ങൾ അനേകം പേര് ഇത് അനുഭവിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. വചനം വായിച്ച് നിങ്ങൾ ധൈര്യപ്പെടുത്തുന്നുണ്ട്. വചനം വായിച്ച് നിങ്ങൾക്ക് ശക്തി കിട്ടുന്നുണ്ട്. നിങ്ങൾ വചനം വായിച്ച് നിങ്ങളുടെ വഴികൾ തെളിഞ്ഞു കിട്ടുന്നുണ്ട്. അടഞ്ഞുപോയ വാതിലുകൾ തുറന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ നിരാശാകരമായ സാഹചര്യങ്ങൾ മാറിക്കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് ഗതി കിട്ടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് ഗതി കിട്ടുന്നു, ജീവിക്കാൻ ആശ കിട്ടുന്നു, ജീവിക്കാൻ പ്രതീക്ഷ കിട്ടുന്നു, ജീവിക്കാൻ ബലം കിട്ടുന്നു, ജീവിക്കാൻ ശക്തി കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. ഒരിക്കൽ ഒരു സ്ത്രീ തെരുവ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ വീടിൻ്റെ മുൻപിലുള്ള തെരുവ് ഷിക്കാഗോയിലാണ്, അമേരിക്കയിൽ. തെരുവ് അടിച്ച് തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതിൽ പോവുകയാണ്. അവൻ രാവിലെ ഒരു കടയിൽ കയറി ചായ കുടിച്ചിട്ട് വേണം അവൻ്റെ ജോലിക്ക് പോകാൻ. ജോലി ചെരുപ്പ് പണിയാണ്, ചെരുപ്പ് പണി. അവൻ നടന്നു പോവുകയാണ്. അവൻ ചോദിച്ചു, വല്യമ്മ എന്നാ ഉണ്ട് വിശേഷം? ഒരു ലോഹി ചോദിച്ചതാണ്, വല്യമ്മ എന്നാ ഉണ്ട് വിശേഷം? എൻ്റെ മോനെ എന്നാ വിശേഷം? യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. യേശുക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. അതല്ല പിന്നെ എന്നാ വിശേഷം? ഈ വല്യമ്മ ഇത് പറഞ്ഞത് നിസ്സാരം നമുക്ക് തോന്നാം. പക്ഷെ അവൻ്റെ ഉള്ളിൽ അതങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ഈ വാക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിന്നുകൊണ്ടിരുന്നു. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോവുക. അന്ന് അവൻ്റെ കടയിൽ അവൻ പോയിരുന്നിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ദൈവത്തിന് സ്തോത്രം. കേൾക്കണമോ? ആ ചെറുപ്പക്കാരനാണ് പിൽക്കാലത്ത് സുവിശേഷ പ്രസംഗത്തിൻ്റെ കൊടുമുടിയിൽ കയറിയ D.L. മൂഡി. ദൈവത്തിന് സ്തോത്രം. D.L. മൂഡി പ്രസിദ്ധനായ സുവിശേഷൻ. ഒരു പാവപ്പെട്ട വൃദ്ധസ്ത്രീ, മുറ്റമടിക്കുന്നത് പോലെ തെരുവടിക്കുന്നൊരു സ്ത്രീ, തെരുവ് തൂത്തുവാരുന്നൊരു സ്ത്രീ. ആ സ്ത്രീ പറഞ്ഞ ഒറ്റ വാക്ക്, യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. പിന്നെ വേറെ എന്നാ മോനെ വിശേഷം? നിസ്സാരം തോന്നാം, പക്ഷേ ആ വാക്ക് ഹൃദയത്തിൽ തറഞ്ഞു. നാം ദൈവത്തിൻ്റെ വചനത്തെ ആസ്പദമാക്കി പറയുന്ന വാക്കുകൾ ചിലരെ ജീവിപ്പിക്കും, ചിലർക്ക് ചൈതന്യം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് പുനരുദ്ധാരണം കൊടുക്കും, ചിലർക്ക് ഉത്സാഹം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ തോറ്റു നിരാശപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടി നിരാശപ്പെട്ട് വിഷമിച്ചിരിക്കുകയാണ്. പരീക്ഷ പിന്നെയും തോറ്റു. എൻ്റെ ദൈവമേ, ഞാൻ തോറ്റുപോയല്ലോ. മനസ്സ് ഉഷ്ണിച്ചിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ജീവിക്കും? മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ആളുകളെല്ലാം എന്നെ കളിയാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ വീട്ടിൽ വന്നു. അവൻ്റെ അപ്പനെ അഭിമുഖീകരിക്കാനൊരു പ്രയാസം. അപ്പൻ വഴക്ക് പറയുന്നതാണ് എൻ്റെ ചിന്ത. അമ്മയും മുഖത്ത് നോക്കാനൊരു പ്രയാസം. അമ്മ വഴക്ക് പറയും. ഇതൊക്കെയാണ് ചിന്ത. പക്ഷേ അമ്മയും വഴക്ക് പറഞ്ഞില്ല, അപ്പനും വഴക്ക് പറഞ്ഞില്ല. കാരണം അവർ മാനസാന്തരപ്പെട്ടവരായിരുന്നു. അവനെ തരം താഴ്ത്തിയുമില്ല. മോനെ സാരമില്ല, മോൻ പ്രാർത്ഥിച്ചോ, ഞങ്ങളും പ്രാർത്ഥിക്കാം. മോനെ സാരമില്ല, നീ വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കർത്താവിനോട് പറയാം, നമ്മുടെ കർത്താവിനോട് നമുക്ക് പറയാം. കർത്താവ് മോനെ ബുദ്ധി തരും, നീ ഉത്സാഹിച്ചോളൂ, അടുത്ത പ്രാവശ്യം നിനക്ക് ജയിക്കാം. ദൈവത്തിന് സ്തോത്രം. വചനം, ആ കൊടുക്കുന്ന വചനം. എന്നിട്ട് പറയുകയാണ്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ആ വചനം അങ്ങ് കൊടുക്കുമ്പോഴേക്കും അവൻ്റെ മനസ്സങ്ങ് വിടർന്നു. പൂ വിടരുന്നത് പോലെ അവൻ്റെ മനസ്സങ്ങ് വിടർന്നു. സന്തോഷമായി, നല്ല ഉത്സാഹമായി. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കും, വചനം നമ്മെ എൻകറേജ് ചെയ്യും, വചനം നമ്മെ എൻലൈറ്റൻ ചെയ്യും, നമുക്ക് പ്രകാശം തരും. വചനം നമ്മെ എംപവർ ചെയ്യും, നമുക്ക് ശക്തി തരും. വചനം നമ്മെ അനുഗ്രഹിക്കും, വചനം നമ്മെ ഉത്സാഹിപ്പിക്കും. വചനത്തിൻ്റെ ശക്തി എന്താണ് പറഞ്ഞത്? ഈ വചനം വായിച്ച് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമെടുത്തിരിക്കുന്നു. കാലവിനിയേറെയില്ല. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും കാലവിനിയേറെയില്ല, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്, കാലവിനിയേറെയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്, സമയമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് 2000-ലേറെ വർഷം കഴിഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കണമോ? ദൈവത്തിൻ്റെ സ്തോത്രം. 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയും
രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. 1000 സംവത്സരം 3 മണിക്കൂർ, അത്രയേ ഉള്ളൂ. രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം. 90 സംഘത്തിന് വായിക്കുമ്പോൾ കാണാം, 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയൊരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. സ്നേഹിതരെ, നമുക്ക് ഇന്ന് 1000 കൊല്ലം എന്ന് പറയുമ്പോൾ ഈ വലിയ നീണ്ട ഒരു കാലയളവാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാം മനസ്സുകൊണ്ട്, അല്ലേ? പോകാം. നിങ്ങൾ ഡൽഹി പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡൽഹിയിൽ അവിടെ നിങ്ങളുടെ മനസ്സുകൊണ്ട് പോകാം. നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് അമേരിക്കയിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് അവിടെ പോകാം. അതിന് ദൂരപരിധിയില്ല. നിങ്ങൾ പലരും ദൂര സ്ഥലങ്ങൾ പരിചയമുള്ളവർക്ക് അവർക്കറിയാം നിങ്ങൾക്ക് എവിടെയെല്ലാം പോകണമോ മനസ്സുകൊണ്ട് അവിടെ പോകാം. എന്നതുപോലെ നിത്യനായ ദൈവത്തിന് കാലപരിധിയില്ല, ദൈവത്തിന് സമയപരിധിയില്ല, ദൈവത്തിന് ദൂരപരിധിയില്ല. നിത്യനായ ദൈവം, നിത്യപരിശുദ്ധനായ ദൈവം, നിത്യ തേജോമയനായ ദൈവം, ദൈവത്തിന് കാലപരിധിയില്ല, ദൈവത്തിന് കാലപരിഗണനയില്ല. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നുണ്ട്, 1000 സംവത്സരത്തിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിൽ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. ചിലർ താമസം വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2nd പാരഗ്രാഫ്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും, ഒരു ദിവസം 1000 സംവത്സരം പോലെയും, 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു മാത്രം ഇരിക്കുന്നു, ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവിൻ്റെ ആ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. എല്ലാവരും ചിന്തയില്ലാതെ കഴിയുമ്പോൾ, യാതൊരു ഓർമ്മയില്ലാതെ കഴിയുമ്പോൾ, വചനമെല്ലാം മറന്നു കഴിയുമ്പോൾ, അപ്പോഴാണ് നനച്ചിരിയാത്ത സമയത്ത് കർത്താവ് വരുന്നത്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. സമയം എടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകത്തിലെ വചനം നാം വായിച്ച് കേൾപ്പിക്കണം, വായിച്ച് കേൾക്കണം മാത്രമല്ല, ഇത് വചനം പ്രമാണിക്കണം. ഈ പുസ്തകത്തിലെ വചനം വായിച്ച് കേൾപ്പിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവരും വചനം പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അതാണ് ഭാഗ്യം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ വചനത്തോട് നിങ്ങൾക്ക് മധുരം തോന്നുന്നുണ്ടോ? മധുരം, ആ ഒരു വലിയ ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? ദാഹം വരുന്നുണ്ടോ? വചനം നമ്മെ അനുഗ്രഹിക്കും. വചനം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. വചനം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും. വചനം നമ്മുടെ അനന്തര തലമുറയെ അനുഗ്രഹിക്കും. വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം, വചനത്തിൽ വേരൂന്നിയ ജീവിതം, വചനം മാത്രം അടിസ്ഥാനപ്പെട്ട ജീവിതം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ആ ജീവിതത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം പ്രവർത്തിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ സ്വഭാവം മാറ്റും, നമ്മുടെ പാവപ്രകൃതി മാറ്റും, പാവത്തിൻ്റെ പ്രവണതകൾ മാറ്റും, പാവത്തിൻ്റെ മനോഭാവം മാറ്റും. നമ്മെ ആ തിരുരക്തം രൂപാന്തരപ്പെടുത്തും. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം, ഇതുവരെ ഒന്നുപോയ പാവങ്ങളോ, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സകല പാവവും പോക്കും. എല്ലാം എന്തെല്ലാം പാവം വന്നുവോ എല്ലാം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ താഴ്ത്ത്. കർത്താവേ, എന്നെ നീ ഒന്ന് ശുദ്ധീകരിക്കണമേ. നിൻ്റെ വചനത്താൽ എന്നെ കഴുകണമേ. നിൻ്റെ വചനത്താൽ എന്നെ നീ ഒന്ന് വിശുദ്ധീകരിക്കണമേ. നിൻ്റെ വചനത്താൽ നീ എന്നെ ഒന്ന് അലക്കിയെടുക്കണമേ. എൻ്റെ ജീവിതവസ്ത്രം ഒന്ന് അലക്കി തരണമേ. കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എൻ്റെ ജീവിതവസ്ത്രം ഒന്ന് കഴുകിത്തരണമേ. കർത്താവേ, എൻ്റെ ജീവിതവസ്ത്രം ഇന്ന് വെടിപ്പാക്കി തരണമേ. അഴുക്ക് പറ്റിയ ജീവിതത്തിലേക്ക് ഇന്ന് കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എനിക്ക് ശുദ്ധീകരണം തരണമേ. കർത്താവേ, നിൻ്റെ വചനം ഞാൻ പ്രമാണിക്കും, വചനം ഞാൻ വായിച്ച് കേൾപ്പിക്കും, വചനം ഞാൻ കേൾക്കും, വചനം ഞാൻ പ്രമാണിക്കും. കർത്താവേ, ഞാൻ ഭാഗ്യവാനായി ഈ ഭൂമിയിൽ ജീവിക്കും. നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ തിരുരക്തത്തിൽ നമുക്ക് ശരണപ്പെടാം. തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ് നമുക്ക് അനുഭവിക്കാം. തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ് ശുദ്ധീകരണം നമുക്ക് അനുഭവിക്കാം. ഒരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാം. ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് ജീവിക്കാം. നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ നിൻ്റെ ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. സമയം അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ. എൻ്റെ കർത്താവെ, ഞങ്ങൾ ഈ ലോക ജീവിതം നിസ്സാരമെന്ന് എണ്ണിക്കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. നാഥാ, വിട്ടുപോകാത്തതായ നിത്യസമാധാനം കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ കൃപ നിങ്ങളെ പൊതിയണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.